ഹലോ എവരി വൺ. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഇൻട്രൊഡക്ഷൻ ടു GSM ആൻഡ് ESP01 വൈഫൈ മൊഡ്യൂൾ. സോ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യാം. സോ ആദ്യമേ തന്നെ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂൾസ് എന്താണെന്നുള്ളതിൻ്റെ ഒരു ഓവർവ്യൂ നോക്കാം. So communication modules are electronic devices or components that facilitate the exchange of data or information between different systems, devices or network. Communication modules എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി പറഞ്ഞാൽ ആണെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് ഓഫ് ഡേറ്റയ്ക്ക് വേണ്ടിയിട്ട് ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മൊഡ്യൂൾസ് ആണ്. ബേസിക്കലി ഒരു ബഫർ പോലെ. ഫോർ എക്സാമ്പിൾ നമ്മുടെ വീട്ടിലിരിക്കുന്ന വൈഫൈ മൊഡ്യൂൾസ് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. വൈഫൈ റൂട്ടർ, ഇതൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂൾസിന്റെ എക്സാമ്പിൾ ആണ്. ശരിക്കും വൈഫൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇന്റർനെറ്റിലുള്ള ഡേറ്റ ത്രൂ വൈഫൈ നമുക്ക് നമ്മുടെ ഫോണിലേക്കോ അല്ലെങ്കിൽ ലാപ്പിലേക്കോ എത്തിച്ചു തരിക. അത് ശരിക്കും പറഞ്ഞ ഒരു ബഫറായിട്ട് വേണേൽ ആക്ട് ചെയ്യുന്നു എന്നും വേണമെങ്കിൽ പറയാം. കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂൾസ് പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂൾസ് ഉണ്ട്, പല പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂൾസ് ഉണ്ട്. ഇനി നമുക്ക് കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂൾസ് നമുക്ക് ഇലക്ട്രോണിക്സ് പ്രൊജക്ട്സിനകത്ത് ഉള്ള ഇമ്പോർട്ടൻസ് നമുക്ക് നോക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രൊജക്ട്സ് ചെയ്യുമ്പോൾ ധാരാളം കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂൾസ് യൂസ് ചെയ്യുന്നുണ്ട് ഇലക്ട്രോണിക്സ് പ്രൊജക്ട്സിൽ. ഡേറ്റ എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂൾസ് യൂസ് ചെയ്യുന്നത് സിസ്റ്റം ഇൻ്റഗ്രേഷന് വേണ്ടിയിട്ട്. അതായത് ഇപ്പം നമുക്ക് പല സിസ്റ്റംസ് കാണും. അതായത് സിസ്റ്റംസ് ഇപ്പം പല സെൻസേഴ്സ് ഉള്ള സിസ്റ്റംസ് കാണും, അതിൻ്റെ ഒരു പ്രോസസ്സിങ് യൂണിറ്റ് കാണും. ഇതെല്ലാം കൂടി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതായത് ഡേറ്റ എക്സ്ചേഞ്ച് ചെയ്ത് ഇതിനെ ഈ പല സിസ്റ്റത്തെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒറ്റ സിസ്റ്റം ആക്കാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂൾസ് ഹെൽപ്ഫുൾ ആണ്. പിന്നെ റിമോട്ട് കൺട്രോൾ ആൻഡ് മോണിറ്ററിങ്, നമുക്ക് എവിടെ വേണേലും ഇരുന്നുകൊണ്ട് നമുക്കാണെങ്കിൽ നമുക്ക് നമ്മുടെ സിസ്റ്റവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് മോണിറ്റർ ചെയ്ത് അതിൻ്റെ നമുക്ക് എന്തൊക്കെ ആക്ഷൻസ് ആണ് നടക്കുന്നതെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ IoT ഓട്ടോമേഷനായ IoT കണക്ടിവിറ്റി, നമുക്ക് വേറെ ഒരു ലൊക്കേഷനിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് പല ആക്ഷൻസ് കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂൾസ് വെച്ച് നമുക്ക് പല ആക്ഷൻസ് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. IoT ഇന്റർനെറ്റ് ഓഫ് തിങ്സിൽ നമുക്കാണെങ്കിൽ പല കാര്യങ്ങളും കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂൾസ് വെച്ച് ചെയ്യാൻ പറ്റും. സ്കേലബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി, ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ഫ്ലെക്സിബിളും സ്കേലബിളും ആണ്. നമുക്ക് കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂൾസിന് വൈഡ് വെറൈറ്റീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂൾസ് അവൈലബിൾ ആണ്. പിന്നെ ഇത് നമുക്ക് പ്രോഗ്രാം ചെയ്യാനും എളുപ്പമാണ്. ഇനി അടുത്ത ഓവർവ്യൂ ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂൾ. നിങ്ങൾ പല കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂൾസിനെ കുറിച്ച് ഇപ്പൊ തന്നെ കേട്ട് കാണും. നമുക്ക് അതിന്റെ ചെറിയൊരു ഓവർവ്യൂ നോക്കാം. വൈഫൈ മൊഡ്യൂൾസ് എന്ന് പറയുന്നത് നമുക്ക് വൈഫൈ ലോക്കൽ നെറ്റ്വർക്കിലും ഇന്റർനെറ്റിലേക്കും കണക്ഷൻ തരുന്ന ഒരു ഡിവൈസ് ആണ് വൈഫൈ മൊഡ്യൂൾസ്. കോമൺലി യൂസ്ഡ് ഫോർ IoT ആപ്ലിക്കേഷൻ റിക്വയർ ഹൈ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് ആൻഡ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ലോക്കൽ റേഞ്ചിൽ തന്നെ നമുക്ക് പല സിസ്റ്റംസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ESP8266 ആൻഡ് ESP32 മൊഡ്യൂൾസ്. ESP32 മൊഡ്യൂളും ESP8266 പല വെറൈറ്റി ചിപ്പുകൾ അവൈലബിൾ ആണ്. ESP8266, ESP01 മൊഡ്യൂൾ, ESP12, അങ്ങനെ പല മൊഡ്യൂൾസും നമുക്ക് അവൈലബിൾ ആണ്. പിന്നീട് ബ്ലൂടൂത്ത് മൊഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് റേഞ്ച് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സാധാരണ രീതിയിൽ എല്ലാവരും ബ്ലൂടൂത്ത് മൊഡ്യൂൾസ് യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ സാധാരണ എല്ലാ ദിവസവും ബ്ലൂടൂത്ത് മൊഡ്യൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് HC05, HC06. അതായത് ഇത് ചെറിയൊരു ഷോർട്ട് റേഞ്ച് കമ്മ്യൂണിക്കേഷൻ, ബേസിക്കലി ഒരു 5 to 15 മീറ്റേഴ്സ് വരെയുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്ലൂടൂത്ത് മൊഡ്യൂൾസ് യൂസ് ചെയ്യുന്നത്. പിന്നീടുള്ളത് GSM ഓർ GPRS മൊബൈൽ. ഈ GSM ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഈ 2G എന്ന് പറയുന്നത് GSM ടെക്നോളജിക്ക് അകത്ത് വരുന്ന സാധനമാണ്. ഇനിയിപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ വന്ന സിം 800L എന്ന് പറയുന്ന മൊഡ്യൂൾ ശരിക്കും പറഞ്ഞാൽ GSM ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്, 2G ടെക്നോളജി. ഇതും സ്യൂട്ടബിൾ ആണ്. നമുക്ക് മെസ്സേജസ് സെൻഡ് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യാനും ഒക്കെ സ്യൂട്ടബിൾ ആണ്. നമ്മുടെ മൊബൈൽ ഫോൺസ് ഒക്കെ GSM ടെക്നോളജി, പഴയകാല മൊബൈൽ ഫോൺസ് ഒക്കെ GSM ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ GSM മൊഡ്യൂൾസിന്റെ എക്സാമ്പിൾ ആണ് സിം 800L, സിം 900A. സിം 800L പല വേർഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ പല വേർഷൻസ് നമുക്ക് GSM മൊഡ്യൂൾസ് അവൈലബിൾ ആണ്. പിന്നീട് ഉള്ളത് ലോറ മൊഡ്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ ലോങ് റേഞ്ച് ട്രാൻസ്മിഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അബൌട്ട് മേ ബി ഒരു 3 to 10 കിലോമീറ്റേഴ്സ് വരെ നമുക്ക് ലോങ് റേഞ്ച് ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് പറ്റും. അതിൻ്റെ എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ലോറ ട്രാൻസീവേഴ്സ് ആൻഡ് LoRaWAN ഗേറ്റ്വേസ്. ഇത് റിമോട്ട്, അതായത് നമ്മളിപ്പം നമുക്ക് മറ്റ് കണക്ഷൻസ് ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് LoRaWAN യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഡേറ്റ എക്സ്ചേഞ്ച് അവിടെ നടത്താവുന്നതാണ്. ഇപ്പം
ചില സമയങ്ങളിൽ സെല്ലുലാർ നെറ്റ്വർക്ക്സ് ഒന്നും അവൈലബിൾ അല്ലാത്ത സ്ഥലങ്ങൾ കാണും. GSM മൊഡ്യൂൾസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളാണ്. വൈഫൈ കേപ്പബിലിറ്റി ഇല്ലാത്ത സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ നമുക്ക് ഈ ലോറ മൊഡ്യൂൾസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ LoRaWAN ടെക്നോളജിയിൽ ഇത് ലോ പവർ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ്. അതായത് കുറച്ച് പവർ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ, ബട്ട് വളരെ ഹൈ റേഞ്ച് ആണ് ഇതിനുള്ളത്. പിന്നെ സിഗ്ബി മൊഡ്യൂൾസ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് റേഞ്ച് തന്നെയാണ്. പക്ഷേ ബ്ലൂടൂത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു 10 to 100 meters വരെ നമുക്ക് കണക്ഷൻ കിട്ടും. സിഗ്ബിയിൽ ഒരു അത്യാവശ്യം നല്ല റേഞ്ച് കിട്ടും ബ്ലൂടൂത്ത് വെച്ച് നോക്കുമ്പോൾ. suitable for project requiring mesh networking capabilities and energy efficient communication. പിന്നെ NFC മൊഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ കോൺടാക്ട്ലെസ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഡിവൈസസ് ഓവർ എ ഷോർട്ട് ഡിസ്റ്റൻസ്. അതായത് ഫ്യൂ സെന്റിമീറ്റേഴ്സ് അല്ലെങ്കിൽ ഇഞ്ചസ് മാത്രം ഉള്ള ചെറിയ കമ്മ്യൂണിക്കേഷൻസ് വേണ്ടിയിട്ടാണ് നമ്മൾ NFC മൊഡ്യൂൾസ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് include PN532 NFC module. So moving to the next part, overview of GSM technology. So okay, ഈ GSM ടെക്നോളജി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അനലോഗ് ഓരോരോ ജനറേഷൻസ് ഉണ്ട് നമ്മുടെ സെല്ലുലാർ ടെക്നോളജിക്ക്. 1G 2G 3G 4G അങ്ങനെ ഒത്തിരി. ആദ്യമേ വന്ന ഫസ്റ്റ് ജനറേഷനാണ് അനലോഗ് ടെക്നോളജിയാണ് 1G എന്ന് പറയുന്ന അനലോഗ് ടെക്നോളജി. അതിനുശേഷമാണ് ഈ GSM ടെക്നോളജി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. GSM ടെക്നോളജി നമുക്ക് 2G എന്നും സെക്കൻഡ് ജനറേഷൻ 2G എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, GSM ടെക്നോളജി വന്നതിന് ശേഷം ഇത് ശരിക്കും പറഞ്ഞാൽ അനലോഗ് സെല്ലുലാർ നെറ്റ്വർക്ക്സിനെ ഫുള്ള് റീപ്ലേസ് ചെയ്ത് അനലോഗ് സെല്ലുലാർ നെറ്റ്വർക്ക്സിനകത്തു നിന്നുള്ള ഒത്തിരി പോരായ്മകൾ GSM ടെക്നോളജിക്ക് നമുക്ക് ലോവർ ചെയ്യാൻ പറ്റി. ബെറ്റർ വോയിസ് ക്വാളിറ്റി, ഡാറ്റാ സർവീസസ് ആൻഡ് ഇന്റർനെറ്റ് റോമിംഗ് കേപ്പബിലിറ്റി. ചെറിയ നമുക്ക് HTTP റിക്വസ്റ്റുകളൊക്കെ GSM GPRS യൂസ് ചെയ്തിട്ട് നമുക്ക് റിക്വസ്റ്റുകളൊക്കെ വെക്കാം. നമുക്ക് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും ഒക്കെ പറ്റും. ഓക്കെ, GSM ഓപ്പറേറ്റ്സ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിൽ നമുക്കാണെങ്കിൽ സെല്ലുലാർ നെറ്റ്വർക്ക്സ് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ TDMA, ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്, ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്, ഇങ്ങനെയുള്ള പല ടെക്നിക്സ് ഉണ്ട്. അതിലൊരു ടെക്നിക്കാണ് ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഒരു സെല്ലുലാർ നെറ്റ്വർക്കിനകത്ത് പല യൂസേഴ്സ് കാണും. അപ്പോൾ എല്ലാവർക്കും ഇത്ര സെറ്റ് ഓഫ് ബാൻഡ് വിഡ്ത്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് TDMA എന്ന് പറയുന്നത്. TDMA ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ടൈം സ്ലോട്ട് ഒരു യൂസറിന് ഇത്ര നേരത്തേക്ക് കൊടുക്കുക എന്നുള്ളത്. അതായത് ഒരു ഫ്രീക്വൻസിയുടെ ബാൻഡ് വിഡ്ത്ത് ഇത്ര നേരത്തേക്ക് ഒരു യൂസറിന് അലോട്ട് ചെയ്ത് കൊടുക്കുക. അവർ ആ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് റീകോൾ ചെയ്തെടുക്കുക. ഇങ്ങനത്തെ ഒരു ടെക്നിക്കാണ് ശരിക്കും പറഞ്ഞാൽ GSM ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല മൾട്ടിപ്പിൾ യൂസേഴ്സിന് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി GSM ടെക്നോളജി ആർക്കിടെക്ചറിനെ കുറിച്ച് പറയുവാണെങ്കിൽ അതിനകത്ത് നമ്മുടെ മൊബൈൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്നൊരു മൊബൈൽ സ്റ്റേഷൻ എന്നാണ് പറയുന്നത്. ഇതിനൊരു MSC കാണും, BSC കാണും. BSC മീൻസ് ബേസ് സ്റ്റേഷൻ. MSC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ സ്വിച്ചിങ് സെന്റർ. പിന്നെ HLR എന്ന് പറഞ്ഞാൽ ഹോം ലൊക്കേഷൻ അഡ്രസ്, വിസിറ്റേഴ്സ് ലൊക്കേഷൻ അഡ്രസ്. അതായത് ഹോം ലൊക്കേഷൻ അഡ്രസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണോ നമ്മുടെ സിം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതാണ് നമ്മുടെ ഹോം ലൊക്കേഷൻ അഡ്രസ്. പിന്നെ വിസിറ്റേഴ്സ് ലൊക്കേഷൻ അഡ്രസ് എന്ന് പറയാൻ നമ്മൾ വേറെ ഒരു നെറ്റ്വർക്കിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ BSCയോ MSCയോ നമ്മുടെ റെക്കോർഡ്സ് ഒക്കെ സൂക്ഷിച്ചു വെക്കും. നമ്മളാണെങ്കിൽ ആ ലൊക്കേഷനിൽ ചെന്നിട്ടുണ്ടെന്ന് നമുക്ക് ഈ കോഡ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ ഒരു രജിസ്റ്റേഴ്സ് സൂക്ഷിച്ചു വെക്കുന്നതാണ്. പിന്നെ ഇതിന്റെ ആർക്കിടെക്ചർ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സുകാർക്ക് ഇതിന്റെ ഫൈനൽ ഇയറിലാണെങ്കിൽ വയർലെസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. കമ്പ്യൂട്ടറുകാർക്ക് ഇതിന്റെ മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. പിന്നീട് മറ്റ് ഡിപ്പാർട്ട്മെന്റുകാർക്ക് ഇതിന്റെ മൊബൈൽ കമ്പ്യൂട്ടിങ്ങിന്റെ വേണമെങ്കിൽ ഒരു ഇലക്റ്റീവ് സബ്ജക്റ്റും ഉണ്ട്. അതിനകത്തൊക്കെ ഇതിനെക്കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. These elements work together to facilitate communication between mobile devices within the network and within external network. ശരിക്കും പറഞ്ഞാൽ GSM 1980s ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. 1991 ലോഞ്ച് ചെയ്യുന്നത് 1991 ഫിൻലൻഡിൽ. ഓക്കെ, ഇന്ത്യ GSM മൊഡ്യൂളിലെ 2G ടെക്നോളജി. ഇന്ത്യയിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1G നെറ്റ്വർക്കുകൾ ഇന്ത്യയിൽ ഒരിക്കലും വന്നിട്ടില്ല. അനലോഗ് കമ്മ്യൂണിക്കേഷൻ ഇന്ത്യയിൽ ഫസ്റ്റ് യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ ഫസ്റ്റ് ഇന്ത്യയിൽ യൂസ് ചെയ്തിട്ടുള്ളത് GSM ടെക്നോളജിയാണ്. ഇനി
ഇനി GPRS ടെക്നോളജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ GSMന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് ടെക്നോളജി എന്ന് വേണമെങ്കിൽ നമുക്ക് GPRSനെ വിളിക്കാം. GPRS എന്ന് പറയുമ്പോൾ 2.5G എന്നാണ് GPRSനെ വിളിക്കുന്നത്. അതിന് കുറച്ചുകൂടി ഇന്റർനെറ്റ് കേപ്പബിലിറ്റി ഒക്കെ ഉണ്ട്. ഇത് ബേസിക്കലി GSMന്റെ ആർക്കിടെക്ചർ ആണ് വിത്ത് ആഡഡ് ഇന്റർനെറ്റ് കേപ്പബിലിറ്റി. ഇനി നമുക്ക് കീ ഫീച്ചേഴ്സ് നോക്കാം. നമുക്ക് അത്യാവശ്യം നല്ല അൺലോക്ക് കമ്മ്യൂണിക്കേഷൻ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഡിജിറ്റൽ വോയിസ് ക്വാളിറ്റി നല്ലതായിട്ട് കിട്ടും. പിന്നെ ഡേറ്റ സർവീസസ് ഉണ്ട്, ഇന്റർനാഷണൽ റോമിംഗ്, സെക്യൂരിറ്റി, ഇന്റർ ഓപ്പറേറ്റബിലിറ്റി, എഫിഷ്യൻ സ്പെക്ട്രം. നമുക്ക് നല്ല രീതിയിൽ TDMA പോലെയുള്ള ടെക്നിക്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് സ്പെക്ട്രം നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റും. നമുക്കൊരു ഗ്ലോബൽ കവറേജ് കിട്ടും. നമുക്ക് SMS ഒക്കെ സെൻഡ് ചെയ്യാനാണേലും ഗ്ലോബലി നമുക്കാണെങ്കിൽ SMS സെൻഡ് ചെയ്യാൻ പറ്റും, ഒരു കൺട്രിയുടെ ബൗണ്ടറി ഇല്ലാതെ തന്നെ. പിന്നെ നമുക്ക് ഇന്റർനാഷണൽ റോമിംഗ് അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങൾ നമുക്ക് അൺലോക്ക് ടെക്നോളജിക്കകത്ത് അവൈലബിൾ ആയിരുന്നില്ല. അത് നമുക്ക് 2G അല്ലെ GSM ഓടുകൂടി അതൊക്കെ അവൈലബിൾ ആയി. ഇനി ഇപ്പൊ ഞാനിവിടെ കാണിച്ചിരിക്കുന്ന SIM 800L GSM മൊഡ്യൂളിന്റെ ഒരു ചെറിയൊരു ഇതാണ്, ഒരു ഇമേജ് ആണ്. ഇതെന്താണ് സംഭവം? ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ SIM 800L GSM മൊഡ്യൂൾ. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ SMS സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും ചെറിയ ഫോൺ കോൾസ് വേണം റിങ് ചെയ്യാനും ഒക്കെ പല പല ഉപയോഗങ്ങളുണ്ട് ഇതിനകത്ത് തന്നെ. ഇപ്പൊ നമുക്കിവിടെ നെറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം കാണും. അവിടെയാണ് നമ്മുടെ ആന്റിന വെക്കുന്നത്. ഇതിന് ചെറിയൊരു കോയിൽഡ് ഹെലിക്കൽ ആന്റിനയാണുള്ള ഒരു ചെറിയൊരു ആന്റിന. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇതിന്റെ VCCയിലും ഗ്രൗണ്ടിലേക്കും കൊടുക്കുന്ന പവർ സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.3 to 4.4 വോൾട്ടേജ് റേഞ്ചിലാണ്. അതിന്റെ ഓപ്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത് 3.7 വോൾട്ടാ. ഒരു ലിഥിയം അയോൺ ബാറ്ററി വെച്ച് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും സേഫ്. കാരണം ഈ മൊഡ്യൂള് പെട്ടെന്ന് ചിലപ്പോൾ പവർ സപ്ലൈക്ക് ലോവർ പവർ സപ്ലൈ ആണെങ്കിലും ഹയർ പവർ സപ്ലൈ ആണെങ്കിലും ചിലപ്പോൾ ഈ മൊഡ്യൂൾ ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പം പവർ സപ്ലൈ യൂസ് ചെയ്യുമ്പോൾ 3.7 വോൾട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ 3.3 to 4.4 വോൾട്ട് റേഞ്ചിൽ എന്ത് കൊടുത്താലും വർക്ക് ചെയ്യും. നിങ്ങൾ പിന്നെ പവർ സപ്ലൈ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇതിന് മാക്സിമം 2 ആംപിയർ കറണ്ടെങ്കിലും വേണം. അതായത് ബസ്റ്റ് ടൈം മീൻസ് SMS സെൻഡ് ചെയ്യുന്ന ടൈമിൽ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന പവറാണ് 2 ആംപിയർ. അപ്പൊ നമുക്കിവിടെ ഒരു മൈക്രോ സിം ഇടാൻ പറ്റും. ഈ നെറ്റ് എന്ന് പറയുന്നിടത്ത് ആന്റിന നമുക്ക് സോൾഡർ ചെയ്യണം. VCC റീസെറ്റ് പിന്നിന് നമുക്ക് അവൈലബിൾ ആണ്. RX-TX. പിന്നെ ഇത് UART പ്രോട്ടോക്കോൾ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ആർഡിനോയുമായിട്ട് അല്ലെങ്കിൽ മറ്റ് ഡിവൈസസുമായിട്ട് കൺവേഴ്സ് ചെയ്യുന്നത് നമ്മൾ ഈ RX-TX പിൻ വഴിയാണ്. പിന്നെ ഇവിടെ വേറെ പല പല നമുക്ക് സ്പീക്കർ മൈക്ക് ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ് ഇതിൽ. നെക്സ്റ്റ് The basic functionalities and applications. SIM 800L module enables devices to establish communication over GSM GPRS network. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ നമുക്ക് GSM GPRS നെറ്റ്വർക്ക്, GSM എന്ന് പറഞ്ഞാൽ 2G, GPRS എന്ന് പറഞ്ഞാൽ 2.5G നമുക്ക് നെറ്റ്വർക്കുകളിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് SMS സെൻഡ് ചെയ്യാൻ പറ്റും, ചെറിയ ചെറിയ HTTP റിക്വസ്റ്റുകൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് SIM 800Lന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ GPRS സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നമുക്കൊരു ഇത്ര കിലോബൈറ്റ്സ് മെമ്മറി, ഒരു 16 to 58 കിലോബൈറ്റ്സ് മെമ്മറിയോളം നമുക്കാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരേ ടൈമിൽ തന്നെ. പിന്നെ ഇത് ബേസിക്കലി എല്ലാം ഒരു 2G ടെക്നോളജിയിൽ ബേസ് ചെയ്തുകൊണ്ടാണ്. നമുക്ക് ലൊക്കേഷൻ ട്രാക്കിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഈ GSM നെറ്റ്വർക്ക് യൂസ് ചെയ്യാൻ പറ്റും. റിമോട്ട് മോണിറ്ററിംഗ് ആൻഡ് കൺട്രോൾസ് ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് IoT ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് SIM 800L മൊഡ്യൂൾ, നമ്മളിപ്പം കണ്ടതുപോലെ തന്നെ അത് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള സൈസാണ്. വളരെ അത്യാവശ്യം വളരെ ലോ പവർ കൺസപ്ഷൻ ആണ്. പിന്നെ 2 ആംപിയർ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് 2 ആംപിയർ കറണ്ട് സപ്ലൈ അതിന് വേണമെന്നില്ല. ബസ് സിഗ്നൽ, അതായത് നമ്മൾ SMS സെൻഡ് ചെയ്യുന്ന സമയത്ത് മാത്രം നമുക്കാണ് 2 ആംപിയർ. അതും 2 ആംപിയർ വരെ മാക്സിമം ഒന്നും പോകത്തില്ല. അതിന്റെ ഡാറ്റാ ഷീറ്റിലുള്ളത് 2 ആംപിയർ എന്നാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ അതൊരു 1.5 ആംപിയർ ഒക്കെ വരെ യൂസ് ചെയ്യത്തുള്ളൂ. പിന്നെ ഇത് വൈഡ് കമ്പാറ്റബിലിറ്റി ആണ്. നമുക്ക് ഏത് സിം 2G ടെക്നോളജി യൂസ് ചെയ്യുന്ന ഏത് സിം വേണേലും നമുക്ക് യൂസ് ചെയ്യാം. ബട്ട് നമുക്ക് ജിയോ പോലത്തെ സിമ്മുകളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് 4G മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. പിന്നെ ഗ്ലോബൽ കണക്ടിവിറ്റി ഉണ്ട് ഇതിന്. ഇത് എല്ലായിടത്തൂടെ നമുക്ക് SMS ഒക്കെ സെൻഡ് ചെയ്യാം. ഗ്ലോബലി നമുക്ക് SMS സെൻഡ് ചെയ്യാം. വെർസറ്റൈൽ ആണ്, നമുക്ക് അഫോർഡബിൾ ആണ്. അബൌട്ട് മേ ബി ഒരു 400 to 500 റേഞ്ചിൽ തന്നെ നമുക്കിത് അവൈലബിൾ ആണ്. പിന്നെ റിലയബിൾ ആണ്. ഇത് വളരെ നന്നായിട്ട് കണക്ഷൻസ് ഒക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യും. പിന്നെ എക്സ്റ്റെൻസീവ് ഡോക്യുമെന്റേഷൻ ആൻഡ് സപ്പോർട്ട്.
ഇതിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡോക്യുമെന്റേഷൻ ഉണ്ട്. ഇതിന്റെ നമുക്ക് ഇന്റർനെറ്റിലാണെങ്കിൽ ഇതിന്റെ പല പല മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. യൂസ് സിമ്പിൾ ആണ്. ഓക്കെ, ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുവാണെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 850 മെഗാഹെർട്സ് ടു 1900 മെഗാഹെർട്സിന്റെ ബാൻഡ് ആണ് യൂസ് ചെയ്യുന്നത്. ബേസിക്കലി ഒരു 2G സ്പെക്ട്രം ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ സപ്പോർട്ടിങ് മാക്സിമം ഡേറ്റ റേറ്റ് ഒരു 85 കിലോ ബിറ്റ്സ് ഫോർ ഡൗൺ ലിങ്ക് ആൻഡ് 42 കിലോ ബിറ്റ്സ് ഫോർ അപ്പ് ലിങ്ക് വരെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സിം ഇന്റർഫേസ് ഉണ്ട്. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് 2G ടെക്നോളജി അഡാപ്റ്റ് ആയിട്ടുള്ള സിംസ് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ VI യൂസ് ചെയ്യാം, പിന്നെ BSNL യൂസ് ചെയ്യാം. ജിയോ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കാര്യം ജിയോ 4G ആയതുകൊണ്ട്. നമുക്ക് 2G ടെക്നോളജി ഇത് യൂസ് ചെയ്യുന്ന ഒരു മൊഡ്യൂളാണ് സിം 800. പിന്നെ പവർ സപ്ലൈയെ കുറിച്ച് പറഞ്ഞാൽ 3.4 to 4.4 വോൾട്ട്, റെക്കമെൻഡഡ് പവർ സപ്ലൈ 3.7 വോൾട്ട്. പിന്നെ ലോവർ പവർ കൺസപ്ഷൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ബസ് സിഗ്നലിന്റെ ടൈം മാത്രമേ 2 ആംപിയർ യൂസ് ചെയ്യത്തുള്ളൂ. 2 ആംപിയർ യൂസ് ചെയ്യത്തില്ല, അതിലും കുറവായിരിക്കും യൂസ് ചെയ്യുന്നത്. ബട്ട് ഡോക്യുമെന്റേഷന് 2 ആംപിയർ എന്നാണ്. നെക്സ്റ്റ്, സപ്പോർട്ടിംഗ് ബാൻഡ്സ് ആൻഡ് ഫ്രീക്വൻസീസ്. സപ്പോർട്ട് ചെയ്യുന്ന 2G സ്പെക്ട്രം ആണ് യൂസ് ചെയ്യുന്നത്. ക്വാഡ് ബാൻഡ് ഓപ്പറേഷൻ ഉണ്ട് അതായത് ഇത് നമുക്ക് കമ്പാറ്റബിൾ ആണ് നമ്മുടെ സെല്ലുലാർ നെറ്റ്വർക്കുമായിട്ട്. അലോവിംഗ് ഫോർ ഗ്ലോബൽ ഡിപ്ലോയ്മെന്റ് ആൻഡ് റോമിംഗ് കേപ്പബിലിറ്റീസ്. നൗ ഇന്റർഫേസ് ഓപ്ഷൻ. നമുക്ക് UART ഇന്റർഫേസ് ഉണ്ട്. അതായത് UART എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ അസിൻക്രണസ് റിസീവർ ട്രാൻസ്മിറ്റർ പ്രോട്ടോകോൾ ആണിത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് മൊഡ്യൂൾസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പല പല പ്രോട്ടോകോൾസ് വെച്ചാണ്. ഇതുപോലെ UART പോലത്തെ പല പല പ്രോട്ടോകോൾ ഉണ്ട്. I2C പ്രോട്ടോകോൾ, I2S, SPI പ്രോട്ടോകോൾ, ഇങ്ങനെ പല പല പ്രോട്ടോകോൾസ്, നമുക്ക് CAN പ്രോട്ടോകോൾ, ഇങ്ങനെ പല പല പ്രോട്ടോകോൾസ് അവൈലബിൾ ആണ്. ഇത് ബേസിക്കലി ബിറ്റ് എങ്ങനെയാണ്, അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ബ്ലോക്ക് ഓഫ് ബിറ്റ് ആയിട്ടാണ്. അപ്പൊ ഈ ബിറ്റ് എങ്ങനെയാണ് നമ്മൾ റിസീവ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതിന്റെ ബേസിലാണ് ഓരോരോ പ്രോട്ടോകോൾസ് നമ്മൾ ഡിസൈൻ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇൻ ദി കേസ് ഓഫ് UART പ്രോട്ടോകോൾ നമുക്കൊരു സ്റ്റാർട്ട് ബിറ്റ് കാണും. പിന്നെ അതിനുശേഷമാണ് നമ്മുടെ മെസ്സേജ് ബിറ്റ് പോകുന്നത്. അതിനുശേഷം ഒരു പാരിറ്റി ബിറ്റ്, ഒരു 1 or 2 ബിറ്റ്സ് പാരിറ്റി ബിറ്റ്സ് കാണും. ഈ പാരിറ്റി ബിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെസ്സേജ് എത്രത്തോളം കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബിറ്റാണ്. പിന്നെ ഒരു സ്റ്റോപ്പ് ബിറ്റ് ആണ്. സ്റ്റാർട്ട് ബിറ്റ് എന്ന് പറയുന്നത് നമ്മൾ മെസ്സേജ് സെൻഡ് ചെയ്യുവാന്ന് നമ്മൾ ഇന്റർഫേസ് ചെയ്ത മൊഡ്യൂളിനോട് പറയുന്നത് സ്റ്റാർട്ട് ബിറ്റ് യൂസ് ചെയ്ത്. സ്റ്റോപ്പ് ബിറ്റ് വെച്ചാണ് നമ്മുടെ മെസ്സേജ് റിസീവ് അല്ലെങ്കിൽ ബിറ്റ്സ് റിസീവ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെന്നും പറയുന്നത്. പിന്നീട് നമുക്കുള്ളത് സിം കാർഡ് ഇന്റർഫേസിംഗ് ആണ്. പറഞ്ഞതുപോലെ സിം കാർഡ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു മൊഡ്യൂളാണ്. 2G ആണ് യൂസ് ചെയ്യുന്നത്. ആന്റിന കണക്ഷൻ ഉണ്ട്. ഒരു ഹെലിക്കൽ ആന്റിനയും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ കൂടെ വേറെ ഒരു ഇന്റർഫേസ് ആയിട്ട് നമുക്ക് ഹാർഡ്വെയറിൽ തന്നെ നമുക്കാണെങ്കിൽ ഹാർഡ്വെയറിൽ തന്നെ നമുക്കൊരു ആന്റിന, ഹെലിക്കൽ ആന്റിന യൂസ് ചെയ്യണം. പിന്നെ നമുക്ക് കൂടുതൽ ഇച്ചിരി കൂടെ നല്ല സിഗ്നൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സ്റ്റേണൽ ആന്റിനയും കൂടി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നൗ ഇനി നമ്മൾ ESP01 മൊഡ്യൂളിനെ കുറിച്ച് നോക്കുവാണ്. ESP01 മൊഡ്യൂൾ എന്ന് പറയുന്നത് എക്സ്പ്രസീഫ് എന്ന് പറയുന്ന കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നതാണ്. അത് ബേസിക്കലി ESP8266 ചിപ്പ് യൂസ് ചെയ്യുന്ന ഒരു മൊഡ്യൂളാണ്. ESP01 മൊഡ്യൂളിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് സ്റ്റാൻഡ് അലോൺ ആയിട്ടും പ്രോഗ്രാം ചെയ്യാം. അതായത് നമുക്കിപ്പം സിം 800 പോലെ നമുക്ക് ആർഡിനോയോ മറ്റ് മൊഡ്യൂൾസിന്റെ സഹായം ഇല്ലാതെ നമുക്കൊരു അത് യൂസ് ചെയ്യാൻ പറ്റും. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 GPIO പിൻസ് അവൈലബിൾ ആണ്, ഒരു RX TX പിൻ അവൈലബിൾ ആണ്. ഇതിന്റെ പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ 3.3 വോൾട്ട് ആണ്. ESP8266 ചിപ്പാണ് യൂസ് ചെയ്യുന്നത്. ESP8266 is a highly integrated Wi-Fi SoC. അതായത് ESP8266 ഒരു highly integrated Wi-Fi ആണ്. നമ്മളിത് പല പല ഡെവലപ്മെന്റ് ബോർഡ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നോഡ് MCUവിനകത്ത് ESP32, ESP8266 യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതിനകത്ത് അത്യാവശ്യം നല്ല പ്രോസസ്സിംഗ് യൂണിറ്റ് ഒക്കെ ഉള്ള ഒരു ഇതാണ് ESP01 വൈഫൈ മൊഡ്യൂളും. അതിന്റെ ഒരു വൈഫൈ മൊഡ്യൂൾ മറ്റേ നോഡ് MCUവിന്റെ കേസിലൊക്കെ വരുമ്പോൾ, അതായത് ESP32ന്റെ ഒക്കെ കേസ് വരുമ്പോൾ നമുക്ക് ഇച്ചിരൂടെ നമുക്ക് ഒരു SoC അവിടെ അവൈലബിൾ ആണ് പ്രോഗ്രാം ചെയ്യാൻ. ഇച്ചിരൂടെ ഫ്ലാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാംസ് സ്റ്റോർ ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും ഒക്കെ അത്യാവശ്യം മെമ്മറി കൂടുതലാണ്. ESP01 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈഫൈ മൊഡ്യൂൾ എന്നുള്ള രീതിയിൽ അബൌട്ട് 1 MB ഫ്ലാഷ് മെമ്മറി ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ. ബട്ട് അഗെയിൻ നമുക്ക് ചെറിയ ചെറിയ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ആർഡിനോ മൊഡ്യൂളുമായിട്ട് നമുക്ക് ഇന്റർഫേസ് ചെയ്യാനും പറ്റും.
ഇനി ഇതാണ് നമ്മുടെ ESP01 വൈഫൈ മൊഡ്യൂൾ. ഒരു ചെറിയൊരു വൈഫൈ മൊഡ്യൂൾ. നമുക്ക് ഇവിടെ ഒരു വോൾട്ടേജ് റെഗുലേറ്റർ കാണാൻ പറ്റും. നമുക്ക് ഇവിടെ ഒരു ആന്റിന കാണാൻ പറ്റും. പിന്നെ ഒരു ചെറിയൊരു ഇതാണ് നമ്മുടെ ESP8266 ചിപ്പ് ഇരിക്കുന്നത്. ഇതെനിക്ക് ഒന്ന് വോൾട്ടേജ് റെഗുലേറ്റർ. ഇവിടെയാണ് നമ്മുടെ ആന്റിന ഇരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ ഇതിന്റെ ഒരു ഡയഗ്രാം. ഇവിടെ VCC ഉണ്ട്, VCCയും ഗ്രൗണ്ടും. VCC ഗ്രൗണ്ടിന് ഇടയിൽ കൊടുക്കുന്ന പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ 3.3 വോൾട്ട് പവർ സപ്ലൈ തന്നെ കൊടുക്കണം. പിന്നെ റീസെറ്റ് പിൻ നമുക്ക് മൊഡ്യൂൾ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ 2 GPIO പിൻസ് അവൈലബിൾ ആണ്. RX TX പിൻസ് നമ്മൾ ആർഡിനോയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്നതാണ്. പിന്നെ ഒരു ചിപ്പ് അത്യാവശ്യം നമുക്കാണെങ്കിൽ സ്റ്റാൻഡ് ലോൺ ആയിട്ട് പ്രോഗ്രാം ചെയ്യാൻ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഇൻബിൽട്ട് ESP8266 ചിപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ആപ്ലിക്കേഷൻസ് ഓഫ് ESP01 മൊഡ്യൂൾസ് ആൻഡ് അഡ്വാൻറ്റേജസ്. ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ IoT പ്രൊജക്ട്സിനൊക്കെ നമ്മൾ ഫൈനൽ ഇയർ പ്രൊജക്റ്റിനും അല്ലെങ്കിൽ മറ്റ് പല ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് നമ്മളാണ് ESP01 മൊഡ്യൂൾ യൂസ് ചെയ്യുന്നുണ്ട്. ഹോം ഓട്ടോമേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സെൻസേഴ്സ് ഒക്കെ കൺട്രോൾ ചെയ്യാനും സ്മാർട്ട് ഡിവൈസസിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ബ്ലിങ്ക് ആപ്ലിക്കേഷനൊക്കെ ആണെങ്കിൽ ഡാറ്റ സെൻഡ് ചെയ്യാനും ബ്ലിങ്ക് IoT ആപ്ലിക്കേഷൻസിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യാനും ഒക്കെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സെൻസർ ഡാറ്റ ഒക്കെ സെൻഡ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ പെർഫോമൻസ് ഒക്കെ ബ്ലിങ്കിൽ അനലൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അഡ്വാൻറ്റേജസ് ഓഫ് ESP01 മൊഡ്യൂൾ. വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ESP01 മൊഡ്യൂളിന് അബൌട്ട് 185 റുപ്പീസേ ഉള്ളൂ. വളരെ ചെറിയ സൈസാണ്. ലോ പവർ കൺസപ്ഷൻ, അതായത് 3.3 വോൾട്ട്, മാക്സിമം ഒരു ഫ്യൂ മില്ലിയാംസ് മാത്രമേ ഇത് യൂസ് ചെയ്യത്തുള്ളൂ. റോബസ്റ്റ്, നല്ല പെർഫോമൻസ് ഉണ്ട്, വെർസറ്റൈൽ ആണ്, നല്ലൊരു കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഉണ്ട്. ഫേംവെയർ അപ്ഡേറ്റ്സ് എപ്പോഴും വരുന്നു. അതായത് ഇത് യൂസ് ചെയ്യുന്ന 80 ഫേംവെയർസ് ആണ്. അപ്പോൾ അതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെ വരുന്നതാണ്. ഈ ഫീച്ചേഴ്സ് ആൻഡ് സ്പെസിഫിക്കേഷൻസ് പറയുവാണെങ്കിൽ നമുക്കൊരു ESP8266 ചിപ്പ് യൂസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ESP8266 ചിപ്പ്. ടെൻസ്ലിക്ക എന്ന് പറയുന്നൊരു ബിറ്റ് മൈക്രോ കൺട്രോളർ യൂണിറ്റ് ആണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. ESP01 മൊഡ്യൂൾ പ്രൊവൈഡ്സ് വൈഫൈ കേപ്പബിലിറ്റീസ് ആണ് ബേസിക്കലി ESP01 മൊഡ്യൂൾ പ്രൊവൈഡ് ചെയ്യുന്ന. ഒരു 512 കിലോ ബൈറ്റ്സ് തൊട്ട് ഒരു 1 മെഗാബൈറ്റ് വരെയുള്ള ഫ്ലാഷ് മെമ്മറി നമുക്കിത് പ്രൊവൈഡ് ചെയ്യുന്നു. 2 GPIO പിൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് നമുക്ക് ഇനിയിപ്പം ഇത് സ്റ്റാൻഡ് ലോൺ ആയിട്ട് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു സെൻസറൊക്കെ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നീട് നമ്മൾ UART ഇന്റർഫേസ് യൂസ് ചെയ്യുന്നുണ്ട്. UART യൂസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രോഗ്രാമിങ്ങിന്റെ ടൈമിൽ നമുക്ക് നമ്മുടെ ആർഡിനോയുമായിട്ട് നമ്മൾ സ്റ്റാൻഡ് ലോൺ അല്ലാതെ യൂസ് ചെയ്യും. സ്റ്റാൻഡ് ലോൺ എന്ന് പറഞ്ഞാൽ ESP01 തന്നെ യൂസ് ചെയ്യുന്നതാണ്. ESP01 സ്റ്റാൻഡ് ലോൺ ആയിട്ടല്ലാതെ ആർഡിനോയുമായിട്ട് ഇന്റർഫേസ് ചെയ്ത് യൂസ് ചെയ്യുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻസ് പോസിബിൾ ആവുന്ന UART യൂസ് ചെയ്തിട്ടാണ്. അതായത് ആർഡിനോയുടെ RX പിന്നും ESP01 TX പിന്നും ആർഡിനോയുടെ TXും ESP01 RXും കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഓൾറെഡി ഒരു ആന്റിനയുണ്ട്. വേണമെങ്കിൽ നമുക്ക് വേറെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ആന്റിനയും കൊടുക്കുകയും ചെയ്യാം. സപ്പോർട്ട് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ. ഓക്കെ, ഇത് യൂസ് ചെയ്യുന്ന വൈഫൈ പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഇന്റർനെറ്റുമായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ബേസിക്കലി യൂസ് ചെയ്യുന്നത് IEEE 802.B പ്രോട്ടോകോൾ ആണ് യൂസ് ചെയ്യുന്നത്. അതായത് പല വേർഷൻസ് ഉണ്ട് വൈഫൈ പ്രോട്ടോകോളിന്റെ തന്നെ. 802ന്റെ ഫാമിലി വരുന്ന ഒരു വേർഷൻ സ്റ്റാൻഡേർഡ് ആണ് 802.11 A, B അങ്ങനെ പല സ്റ്റാൻഡേർഡ്സ് ഉണ്ട് 802 ഫാമിലി തന്നെ. അതിനകത്ത് ബ്ലൂടൂത്തിനും ബ്ലൂടൂത്ത് ടെക്നോളജിക്കും 802 സ്റ്റാൻഡേർഡിനകത്ത് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇപ്പം വൈഫൈക്ക് നമ്മൾ ESP01 യൂസ് ചെയ്യുന്നത് 802.11B ആണ് ഈ സ്റ്റാൻഡേർഡ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് TCP/IP റിക്വസ്റ്റുകളൊക്കെ നമുക്കാണെങ്കിൽ ESP01 യൂസ് ചെയ്തിട്ട് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ESP01നെ നമുക്ക് AT കമാൻഡ്സ് വെച്ച് നമുക്ക്, അതായത് ഇപ്പോൾ ആർഡിനോയായിട്ട് കണക്ട് ചെയ്ത് ESP01 യൂസ് ചെയ്യുമ്പോൾ നമ്മൾ AT കമാൻഡ്സ്, അറ്റൻഷൻ കമാൻഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യുന്നത്. ബേസിക്കലി AT കമാൻഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന AT എന്ന് പറഞ്ഞൊരു റിക്വസ്റ്റ്, AT എന്ന് പറഞ്ഞൊരു കമാൻഡ് നമ്മൾ ESP01ലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് തിരിച്ച് ഒരു OK എന്ന് പറഞ്ഞൊരു മെസ്സേജ് റിസീവ് ചെയ്യും. അങ്ങനെ നമുക്ക് പല AT കമാൻഡ്സ് ഉണ്ട്. അങ്ങനെ നമുക്ക്
നമുക്ക് നമ്മുടെ മൊഡ്യൂളിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ESP now എന്ന് പറയുന്നൊരു ശരിക്കും പറഞ്ഞാൽ ESP now എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്കൊരു വൈഫൈ മൊഡ്യൂൾ യൂസ് ചെയ്യണമെങ്കിൽ ഒരു വൈഫൈ റൂട്ടർ ആവശ്യമാണ്. വൈഫൈ റൂട്ടർ ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഒരു ഇപ്പം ESP01 യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏതൊരു ഒരു നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യാതെ യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു വൈഫൈ നെറ്റ്വർക്ക് ഉണ്ട്. ആ വൈഫൈ നെറ്റ്വർക്കുമായി നമ്മളൊരു ലോക്കൽ റൂട്ടറിലേക്ക് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ അത് നമുക്കൊരു IP അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇന്റർനെറ്റുമായിട്ടൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ലോക്കൽ നെറ്റ്വർക്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഇനി ESP now എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ട്രഡീഷണൽ വൈഫൈ റൂട്ടറിന്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ESP01 മൊഡ്യൂൾസുമായിട്ട് നമുക്ക് വൈഫൈ മൊഡ്യൂൾസുമായിട്ട് ഡയറക്റ്റ് വൈഫൈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ രീതിയിലുള്ള പ്രോട്ടോകോൾ ആണ് ESP now പ്രോട്ടോകോൾ. അതായത് ഒരു റൂട്ടറിന്റെ ആവശ്യമില്ലാതെ ഡയറക്റ്റ് രണ്ട് വൈഫൈ മൊഡ്യൂൾസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ESP now കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ SIM 800L-ലും ESP01 തമ്മിലുള്ള ഒരു ചെറിയൊരു കമ്പാരിസൺ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് രണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ SIM 800L യൂസ് ചെയ്യുന്നത് SIM 800L ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു SMS സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും വളരെ ലോ ബാൻഡ്വിഡ്ത്ത് നമുക്ക് റിക്വസ്റ്റ് നമുക്കാണ് HTTP റിക്വസ്റ്റ് ഒക്കെ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മൊഡ്യൂളാണ്. ബേസിക്കലി SMS സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് SIM 800L യൂസ് ചെയ്യുന്നത്. നമുക്ക് മൊബൈൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ കോൾസ് റിസീവ് ചെയ്യാനൊക്കെ ആണെങ്കിൽ SIM 800L വെച്ച് പറ്റും. പക്ഷേ ESP01 എന്ന് പറഞ്ഞ ഒരു വൈഫൈ കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഹൈ സ്പീഡാണ്. ശരിക്കും പറഞ്ഞാൽ ESP01 വൈഫൈ മൊഡ്യൂൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഹൈ സ്പീഡ് കണക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് SIM 800L-നെക്കാട്ടിലും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2G സ്പെക്ട്രമാണ് SIM 800L-ന്റെ കാര്യത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന. ലോ പവർ കൺസപ്ഷൻ ആണ്. AT കമാൻഡ്സ് വെച്ച് തന്നെയാണ് SIM 800L ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ESP01 കാര്യത്തിൽ വൈഫൈ കണക്ടിവിറ്റി ആണ് 802.11b സ്റ്റാൻഡേർഡ് ആണ് യൂസ് ചെയ്യുന്നത്. UART ഇന്റർഫേസ് വെച്ചാണ് നമ്മൾ ആർഡിനോയും ESP01 കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ചെറിയ ചെറിയ സെല്ലുലാർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് നമുക്ക് SMS സെൻഡ് ചെയ്യാൻ, ട്രാക്കിംഗ് ഫോർ റിമോട്ട് മോണിറ്ററിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് SIM 800L നമുക്ക് യൂസ് ചെയ്യുന്നത്. ഐഡിയൽ ഫോർ ആപ്ലിക്കേഷൻ ESP01 ഐഡിയൽ ഫോർ ആപ്ലിക്കേഷൻ റിക്വയറിംഗ് വൈഫൈ കണക്ടിവിറ്റി സച്ച് ആസ് ഹോം ഓട്ടോമേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, സെക്ടർ നെറ്റ്വർക്സിനെ കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യാം, എന്തെങ്കിലും ഡാറ്റ ട്രാൻസ്ഫർ ഓവർ ഇന്റർനെറ്റിന് വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പല പല ആപ്ലിക്കേഷൻസും വേണ്ടിയിട്ട് നമുക്ക് ഈ രണ്ട് മൊഡ്യൂൾസും യൂസ് ചെയ്യാൻ പറ്റും. ഇനി കൺസിഡറേഷൻസ് ഫോർ ചൂസിങ് ബിറ്റ്വീൻ ടു, അത് ബേസിക്കലി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ എങ്ങനത്തെയുള്ള പ്രൊജക്റ്റാണ്. ഇപ്പോൾ എനിക്കാണ് SMS യൂസ് ചെയ്യേണ്ട പ്രൊജക്റ്റാണ്, ഓബിയസ്ലി ഗോ ഫോർ SIM 800L മൊഡ്യൂൾ. ഇപ്പം നമുക്ക് ഹൈ റേറ്റ് നമുക്ക് ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ SIM 800L-ന് അത്രയ്ക്ക് നല്ലൊരു റിക്വസ്റ്റുകൾ സെൻഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ആ സമയത്ത് നമുക്ക് ESP01 വൈഫൈ മൊഡ്യൂൾസ് യൂസ് ചെയ്ത് ഇനിയിപ്പോൾ കോളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ SIM 800L യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ നെറ്റ്വർക്ക് അവൈലബിലിറ്റിയും കൂടെ നോക്കണം. വൈഫൈയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൈ ഡാറ്റ റേറ്റ് ആണ്. ബട്ട് നമുക്കൊരു റൂട്ടർ വേണം, ഇത്ര ഏരിയയിൽ മാത്രമേ നമുക്ക് വൈഫൈ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബട്ട് SIM 800L-ന്റെ കാര്യത്തിൽ നമ്മളൊരു GSM ടെക്നോളജി യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റേഞ്ച്, നമുക്കൊരു സെല്ലാർ റേഞ്ച് തന്നെ അതിന് കിട്ടുന്നതാണ്. പിന്നെ പവർ കൺസപ്ഷൻ നോക്കുമ്പോൾ SIM 800L ESP01 ഡിഫറെന്റ് പവർ കൺസപ്ഷൻ ആണോ ഉള്ളത്. ബേസിക്കലി രണ്ട് 3.3 വോൾട്ടിൽ ആക്റ്റീവെങ്കിൽ SIM 800L ഇച്ചിലൂടെ പവർ സപ്ലൈ യൂസ് ചെയ്യുന്നതാണ്. ഇന്റഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റ്, നമുക്കിത് നമ്മുടെ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന സിസ്റ്റമായിട്ട് നമുക്കിത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് നമ്മൾ രണ്ട് മൊഡ്യൂൾസ് തമ്മിലാണെങ്കിൽ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ നെറ്റ്വർക്ക് അവൈലബിലിറ്റി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം വൈഫൈ മൊഡ്യൂൾ ESP01 വൈഫൈ മൊഡ്യൂൾ ഒരു ഹൈ ഡാറ്റ റേറ്റിലാണ് ഡാറ്റ സെൻഡ് ചെയ്യുകയും റിസീവ് ചെയ്യും. ബട്ട് അതിനൊരു വൈഫൈ റൂട്ടർ വേണം, ഇന്റർനെറ്റ് കണക്ടിവിറ്റി വേണം. ബട്ട് SIM 800L-ന് അതിൻ്റെ ആവശ്യമില്ല. ബേസിക്കലി അത് ഇച്ചിരിയുടെ ലോങ് റേഞ്ച് ആണ്. ബട്ട് SMS ഒക്കെ സെൻഡ് ചെയ്യാൻ മാത്രമേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ സ്മോൾ കോൾസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ നമുക്ക് SIM 800L യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി പവർ സപ്ലൈ റിക്വയർമെന്റിന്റെ കാര്യം ഓൾറെഡി ഇത് പറഞ്ഞു പോയായിരുന്നു. SIM 800L-ന്റെ കാര്യത്തിൽ 3.3 അല്ലെങ്കിൽ 3.4 to 4.4 വോൾട്ട് പവർ സപ്ലൈ യൂസ് ചെയ്യാം. പിന്നെ ഐഡിയൽ ആയിട്ട് 3.7 വോൾട്ട് യൂസ് ചെയ്യുന്ന പീക്ക് കറണ്ട് സപ്ലൈ എന്ന് പറയുന്നത് 2 ആംപിയർ ആണ് ബസ് സിഗ്നലിന്റെ സമയത്ത്. അതായത് മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ 2 ആംപിയർ വരെ മാക്സിമം യൂസ് ചെയ്യും.
ESP01 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.3 വോൾട്ട്, കുറച്ച് മില്ലി ആംസ് മാത്രമേ അത് യൂസ് ചെയ്യത്തുള്ളൂ. ഇപ്പം റെക്കമെൻഡഡ് പവർ സപ്ലൈ എന്ന് പറയാൻ GSM മൊഡ്യൂൾ. GSM മൊഡ്യൂളുടെ റെക്കമെൻഡഡ് പവർ സപ്ലൈ എന്ന് പറയുന്നത് ലിഥിയം അയോൺ ബാറ്ററി യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നല്ലൊരു DC പവർ സപ്ലൈ ലിഥിയം അയോൺ ബാറ്ററിക്ക് പ്രൊവൈഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ലിഥിയം അയോൺ 18650 ബാറ്ററിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് ഒരു 3.7 വോൾട്ട് 2 ആംപിയർ കറണ്ട് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും മാക്സിമം. പിന്നെ ലിഥിയം അയൺ ബാറ്ററിയുടെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ റീചാർജബിൾ ആണ്. ഈ വൈഫൈ മൊഡ്യൂളിന് യൂസ് ചെയ്യുമ്പോൾ വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. 3.3 വോൾട്ട് വേണം, 5 വോൾട്ട് കമ്പാറ്റബിൾ അല്ലല്ലോ ESP01 മൊഡ്യൂള്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് പല പല വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് അവൈലബിൾ ആണ്. 3.3 വോൾട്ടിന്റെ പല വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് അവൈലബിൾ. നമുക്ക് വേണമെങ്കിൽ എല്ലാം 317 എന്ന് പറയുന്ന വേരിയബിൾ റെഗുലേറ്റർ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 3.3 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടും. മാക്സിമം ഒരു 1.5 ആംപിയർ വരെയൊക്കെ നമുക്ക് എല്ലാം 317 യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇനി പവർ സപ്ലൈ കോൺഫിഗറേഷന്റെ കാര്യത്തിൽ ഇനിയിപ്പോൾ നമ്മൾ ചില സമയങ്ങളിൽ GSM മൊഡ്യൂളും വൈഫൈ മൊഡ്യൂളും നമുക്ക് സെയിം പ്രൊജക്ട്സിലൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. ബട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു പവർ സപ്ലൈ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് രണ്ടും അത്യാവശ്യം GSM മൊഡ്യൂൾ ആണെങ്കിൽ 2 ആംപിയർ വരെ കറണ്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് രണ്ടും കൂടി നമ്മൾ ഒറ്റ പവർ സപ്ലൈ എല്ലാം കൂടി ഇന്റർഫേസ് ചെയ്യാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പവർ ഇന്റർഫറൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. സ്റ്റേബിൾ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ ഇച്ചിരി പാടാണ് ശരിക്കും പറഞ്ഞാൽ. ബട്ട് നിങ്ങളൊരു കാര്യം കൂടി ഓർക്കുക, പ്രൊജക്ട്സിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ എല്ലാം കോമൺ ഗ്രൗണ്ട് ചെയ്യുക. ഗ്രൗണ്ട് എല്ലാം കോമൺ ആയിട്ട് കണക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ പവർ മാനേജ്മെന്റ് എന്ന് പറയുന്ന ടെക്നിക്സ് വെച്ചാൽ സ്ലീപ്പ് മോഡ്സ്, അതായത് നമുക്ക് SIM 800ലും ESP01നും പല പല മോഡ്സ് നമുക്കത് ഇത് ചെയ്യാൻ പറ്റും. അതായത് ബസ്റ്റ് സിഗ്നൽ ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ SIM 800ൽ 2 ആംപിയർ കറണ്ട് യൂസ് ചെയ്യുന്നത്. അതിന്റെ സ്ലീപ്പ് മോഡിലൊക്കെ വേറെ പല സ്ലീപ്പ് മോഡ് അങ്ങനെയുള്ള പല മോഡുകളിലൊക്കെ അത് വളരെ അതായത് മില്ലി ആംപിയർ റേഞ്ച് മാത്രമേ കറണ്ട് യൂസ് ചെയ്യത്തുള്ളൂ 2 മൊഡ്യൂളും. ഇനി AT കമാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ 2 മൊഡ്യൂൾസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് AT കമാൻഡ്സ്. GSM മൊഡ്യൂളിൽ കൺട്രോൾ ചെയ്യാനും ESP മൊഡ്യൂൾസ് കൺട്രോൾ ചെയ്യാനും നമുക്ക് AT കമാൻഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഡെന്നിസ് ഹൈസ് 1980s ഇത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. AT കമാൻഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ AT എന്ന് പറഞ്ഞൊരു കമാൻഡ് സെൻഡ് ചെയ്യുമ്പം നമ്മളിപ്പം ഓർഡിനോ യൂസ് ചെയ്യുവാണ്. ഓർഡിനോയിലേക്ക് ഞാൻ SIM 800 ESP01 ഇന്റർഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ AT കമാൻഡ്സ് ഞാൻ ഓർഡിനോയിലേക്ക് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ മൊഡ്യൂൾ കറക്റ്റായിട്ട് കറക്റ്റായിട്ട് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഓക്കെ എന്ന് പറഞ്ഞൊരു കമാൻഡ് റിസീവ് ചെയ്യും. അങ്ങനെ പല പല AT കമാൻഡ്സ് ഉണ്ട്. AT+ CGSN എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കൂടെ ഇതിന്റെ വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ നമുക്ക് അവൈലബിൾ ആണ്. പിന്നീട് ESP01നും യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ AT കമാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ് മോസ്റ്റ്ലി നമ്മളാണ് SIM 800 മൊഡ്യൂൾ കൺട്രോൾ ചെയ്യുന്നത്. ESP01ന്റെ കാര്യത്തിൽ നമുക്ക് ലൈബ്രറീസ് അവൈലബിൾ ആണ്. ESP8266 സ്റ്റാൻഡ് ലോൺ ലൈബ്രറി അവൈലബിൾ ആണ്. നമുക്ക് വൈഫൈ ESP എന്ന് പറയുന്ന ഒരു ആർഡിനോ ലൈബ്രറി അവൈലബിൾ ആണ്. അങ്ങനെ പല പല ലൈബ്രറീസ് നമുക്ക് ESP01ന്റെ കാര്യത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. SIM 800ന്റെ കാര്യത്തിൽ ലൈബ്രറീസ് ലിമിറ്റഡ് ആണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ AT കമാൻഡ്സ് ആണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി. ഇനിയിപ്പോൾ ഇവിടെ പല പല AT കമാൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത് SIM 800ൽ യൂസ് ചെയ്യുന്ന. ഇത് AT എന്ന് പറയുന്ന ടെസ്റ്റ് കമാൻഡ് ടു ചെക്ക് കമ്മ്യൂണിക്കേഷൻ വിത്ത് മൊഡ്യൂൾ, AT+ CPI, സിം കാർഡിന്റെ പിൻ നമ്പർ, ഇങ്ങനെ നമുക്ക് പല പല കമാൻഡ്സ് അവിടേക്ക് എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് പല പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ HTTP റിക്വസ്റ്റുകൾ സെൻഡ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ SMS സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോൺ നമ്പർ സേവ് ചെയ്യാനൊക്കെ AT കമാൻഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പല രീതിയിൽ SIM 800ൽ AT കമാൻഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ESP01നും അതുപോലെ തന്നെ സെറ്റ് ഓഫ് AT കമാൻഡ്സ് ഉണ്ട്. നമുക്ക് IP അഡ്രസ്സ് റിസീവ് ചെയ്യാനും നമ്മുടെ റൂട്ടറിന്റെ SSID പാസ്വേഡ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ AT കമാൻഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് AT+ റീസെറ്റിന് കമാൻഡ്സ് ഉണ്ട്. മോഡ് സെലക്ട് ചെയ്യാൻ കമാൻഡ്സ് ഉണ്ട്. IP അഡ്രസ്സ് നമുക്ക് റിസീവ് ചെയ്യാൻ കമാൻഡ്സ് ഉണ്ട്. അങ്ങനെ പല പല കമാൻഡ്സ് AT കമാൻഡ്സ് ESP01നും ഉണ്ട്. ഇനി നമ്മൾ എക്സാമ്പിൾസ് ഓഫ് AT കമാൻഡ് സീക്വൻസ് ഫോർ
വേരിയസ് ടാസ്ക്. അതായത് പല പല ടാസ്കിനും പല പല AT കമാൻഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന ESP01 കേസിലാണ്. ഇനിയിപ്പോൾ നമുക്ക് ലോക്കൽ IP റിസീവ് ചെയ്യാനാണ് AT+CIFS ഒരു കമാൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് IP നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ലോക്കൽ നെറ്റ്വർക്ക് നമുക്കൊരു IP പ്രൊവൈഡ് ചെയ്യും. പിന്നീട് നമ്മൾ ഇവിടെ കാണുന്ന സെറ്റിംഗ് TCP സെർവർ. നമുക്കൊരു സെർവറായിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ AT+CW മോഡ് =2 എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യുകയാണ്. നമുക്കൊരു ആക്സസ് പോയിന്റ് ആയിട്ട് നമ്മുടെ ESP01 മൊഡ്യൂളിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് ക്ലയന്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് നമ്മുടെ SSIDയും പാസ്വേഡും പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ക്ലയന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു റൂട്ടറിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുകയാണ്. ആ റൂട്ടർ നമുക്കൊരു IP അഡ്രസ് പ്രൊവൈഡ് ചെയ്യും. ആ IP അഡ്രസ് പ്രിന്റ് ചെയ്യാനുള്ള കമാൻഡ്സ് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഡേറ്റ സെൻഡ് ചെയ്യാനാണെങ്കിലും CIP സെൻഡ് എന്ന് പറയുന്ന ഒരു കമാൻഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ESP01 യൂസ് ചെയ്ത് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും ഡേറ്റ TCP/IP നെറ്റ്വർക്കിലേക്ക്. സോ ബേസിക്കലി ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞ AT കമാൻഡ്സിന്റെ ഓവർവ്യൂ. നമുക്ക് ഈ സെഷനിൽ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല, അതാണ് ഇങ്ങനെ സ്പീഡിൽ പോകുന്നത്. ബേസിക്കലി ഇതിന് ഒത്തിരി യൂട്യൂബ് വീഡിയോസ് എല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾ അതനുസരിച്ച് യൂട്യൂബ് വീഡിയോസ് പഠിക്കാൻ താല്പര്യമുള്ളവർ, പിന്നെ പ്രൊജക്ട്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഓബിയസ്ലി നിങ്ങൾ ഇത് യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോയും വളരെ വൈഡ് ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻസും അവൈലബിൾ ആണ്. ഓക്കെ, ഇത് ബേസിക് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് ഡയഗ്രാം ആണ്. ഇതെങ്ങനെയാണ് നമ്മളെ SIM800L മൊഡ്യൂള് ആർഡിനോയുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. സോ ബേസിക്കലി ഇവിടെ നിങ്ങൾക്ക് 2 റെസിസ്റ്റർ കാണാൻ പറ്റും. ഇതിന്റെ ഒരു ലിഥിയം പവർ സപ്ലൈ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. 3.7 വോൾട്ട് ആണ്. 2 ആംപിയർ വരെയൊക്കെ മാക്സിമം നമുക്ക് പവർ സപ്ലൈ കിട്ടും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കണക്ഷൻ ഡയഗ്രാം ആണ്. പിന്നെ ഇവിടെ ഞാനാണെങ്കിൽ UART കണക്ട് ചെയ്ത് 2ഉം 3ഉം സോഫ്റ്റ്വെയർ, നമുക്ക് ആർഡിനോയ്ക്കകത്ത് ഒരു ലൈബ്രറി ഉണ്ട്, സോഫ്റ്റ്വെയർ സീരിയൽ എന്ന് പറഞ്ഞൊരു ലൈബ്രറി അവൈലബിൾ ആണ്. അതായത് നമുക്ക് ഹാർഡ്വെയർ ശരിക്കും പറഞ്ഞാൽ UART യൂസ് ചെയ്യാൻ പറ്റുന്ന 2 പോർട്ടുകളാണ് ഉള്ളത് നമുക്ക് ആർഡിനോയെ, 0ഉം 1ഉം. അതല്ലാതെ പക്ഷെ നമുക്ക് മൾട്ടിപ്പിൾ UARTs യൂസ് ചെയ്യണേലും ഒക്കെ നമുക്ക് സോഫ്റ്റ്വെയർ സീരിയൽ എന്ന് പറയുന്ന ഒരു ലൈബ്രറി, അത് വെച്ച് നമുക്കാണെങ്കിൽ വെർച്വലായിട്ട് 2 UARTകൾ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ ഇവിടെ 2ഉം 3ഉം പിന്നിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇവിടെ കോൺഫിഗർ ചെയ്തിരിക്കുന്ന സെക്കൻഡ് പിന്നിന് RX പിന്നായിട്ടും തേർഡ് പിന്നിന് TX പിന്നായിട്ടും. പിന്നെ ഇവിടെ 2 റെസിസ്റ്റൻസ് വെച്ചിരിക്കുന്നത് വെച്ചാൽ ഇതൊരു വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്കാണ്. കാരണം നമുക്ക് ആലോചിക്കുന്ന SIM800ൽ വർക്ക് ചെയ്യുന്ന ഒരു 3.3 to 4.4 വോൾട്ടും ആർഡിനോ വർക്ക് ചെയ്യുന്ന 5 വോൾട്ട് റേഞ്ചിലുമാണ്. അപ്പം 5 വോൾട്ട് റേഞ്ച് വരെ ആർഡിനോ കമ്പാറ്റബിൾ ആണ്. ബട്ട് SIM800ൽ 4.4 വോൾട്ട്. ഈ ആർഡിനോയിൽ വെളിയിലേക്ക് പോകുന്ന സിഗ്നൽസ് 5 വോൾട്ട് റേഞ്ചിലുണ്ട്. പക്ഷേ SIM800ൽ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്നില്ല. അപ്പം അതിന് വേണ്ടിയിട്ട്, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ രീതിയിൽ ഇതിന്റെ ഒരു വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് യൂസ് ചെയ്ത് വോൾട്ടേജ് നമ്മൾ കുറയ്ക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ ഡോക്യുമെന്റേഷൻ, ഇതിന്റെ കണക്ടിവിറ്റിയെ കുറിച്ച് എല്ലാം അറിയാൻ പറ്റും. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇത് SMS സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും, SMS സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് പ്രോഗ്രാം. അതും തന്നിരിക്കുന്ന ലിങ്കിൽ അവൈലബിൾ ആണ്. അതിന്റെ ഫുൾ ട്യൂട്ടോറിയൽസ് അവൈലബിൾ ആണ്. പിന്നീട് ഇത് ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന ESP01ന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഡയഗ്രാമാണ്. ഇവിടെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇത് ESP01 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3.3 വോൾട്ട് കമ്പാറ്റബിൾ ആണ്. അത് ഇവിടെ യൂനോ 5 വോൾട്ട് കമ്പാറ്റബിൾ. അതിനെ നമുക്കാണെങ്കിൽ ഇതുമായിട്ട് ഡയറക്റ്റ്ലി ഇന്റർഫേസ് ചെയ്യാൻ പറ്റത്തില്ല. അതിനാണ് നമ്മളിവിടെ ഒരു വോൾട്ടേജ് ഡിവൈഡർ വെച്ചിരിക്കുന്നത്. ഇനി ചില ടൈമിലാണെങ്കിൽ ഇത് നമ്മൾ ഡയറക്റ്റ് ഇന്റർഫേസ് ചെയ്താലും വർക്ക് ചെയ്യും, ബട്ട് എപ്പോഴും വർക്ക് ചെയ്യണമെന്നില്ല. പിന്നെ ഒരു കാര്യം കൂടി, ഇവിടെ നിങ്ങൾ കാണുന്ന പവർ സപ്ലൈ 3.3 വോൾട്ട് എടുത്ത് ഞാൻ ആർഡിനോയെന്ന് കൊടുത്തിരിക്കുകയാണ്. അത് ഇവിടെ 3.3 വോൾട്ട് ആർഡിനോയെന്നാണ് പവർ സപ്ലൈ. അങ്ങനെ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം എന്ന് വെച്ചാൽ ചില സമയങ്ങളിലാണ് നമുക്ക് പവർ സപ്ലൈ വളരെ കുറവായിരിക്കും. 3.3 വോൾട്ടിൽ നിന്ന് വരുന്ന വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും, ബട്ട് കറണ്ട് ആർഡിനോ പ്രൊവൈഡ് ചെയ്യുന്ന കറണ്ട് വളരെ ലോ ആയിരിക്കും. ആ സമയത്ത് നമ്മുടെ മൊഡ്യൂള് വർക്ക് ചെയ്തത്. ആ സമയത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് യൂസ് ചെയ്തൊരു ഇവിടെ ഈ ആർഡിനോയിൽ തന്നെയുള്ള 5 വോൾട്ട് സപ്ലൈ ഒരു 3.3 വോൾട്ട് വോൾട്ടേജ് റെഗുലേറ്റർ എടുത്ത് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ESP01 കൊടുക്കുന്നതായിരിക്കും നല്ലത്.
അപ്പോൾ ഇതിന്റെ പ്രോഗ്രാം ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ലിങ്ക് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വൈഫൈ ESP എന്ന് പറയുന്ന ഒരു ലൈബ്രറിയാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അത് അവൈലബിൾ ആണ്, അത് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. ഇതിന്റെ പല പല യൂട്യൂബ് വീഡിയോസ് ഒക്കെ അവൈലബിൾ ആണ് ഇന്റർഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഓർക്കുക, ജമ്പർ വയേഴ്സ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതിപ്പോൾ ഏത് പ്രൊജക്റ്റിനാണേലും ജമ്പർ വയേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അത്രയ്ക്ക് നല്ല ക്വാളിറ്റി, പവർ സപ്ലൈയുടെ ഒക്കെ കേസ് ജമ്പർ വയേഴ്സ് യൂസ് ചെയ്യുവാണെങ്കിൽ അത് നല്ലതായിരിക്കത്തില്ല. കാര്യം പവർ സപ്ലൈക്ക് ജമ്പർ വയർ യൂസ് ചെയ്യുവാണെങ്കിൽ അത്ര നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെന്നില്ലത്. ഇത്ര അത്രയ്ക്ക് കറണ്ട് ഒന്നും അത് കറണ്ട് നല്ല രീതിയിൽ അത് ബൈപ്പാസ് ചെയ്യണമെന്നില്ല. ഈ ജമ്പർ വയേഴ്സ് കറണ്ട് സപ്ലൈ പ്രൊവൈഡ് ചെയ്യുമ്പോൾ കറണ്ട് വളരെ കുറവായിരിക്കും. ജമ്പർ വയേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കറണ്ട് വളരെ കുറവായിരിക്കും. അപ്പം സാധാരണ കണക്ക് പവർ സപ്ലൈക്കൊക്കെ ജമ്പർ വയേഴ്സ് യൂസ് ചെയ്യാതിരിക്കുക. സാധാരണ വയേഴ്സ് സിംഗിൾ സ്ട്രാൻഡ് വയർ യൂസ് ചെയ്യാനൊക്കെ ശ്രമിക്കുക. പിന്നെ ഇതും വൈഫൈ ESPയുടെ ഒരു സാമ്പിൾ കോഡാണ്. നിങ്ങൾക്ക് അതിന്റെ ഈ കാണിച്ചിരിക്കുന്ന ലിങ്കിൽ, താഴെ കാണിച്ചിരിക്കുന്ന ലിങ്കിൽ ഈ പ്രോഗ്രാം അവൈലബിൾ ആണ്. ഇത് ബേസിക്കലി നമുക്ക് ഒരു IP അഡ്രസ് പ്രിന്റ് ചെയ്യാനും അത് വെച്ച് നമുക്കൊരു ലോക്കൽ നെറ്റ്വർക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളൊരു ബേസിക്കലി നമുക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും ഈ പ്രോഗ്രാമും കൊണ്ട് നമുക്ക് യൂസ് ചെയ്യാം. അതായത് നമ്മുടെ ഇപ്പം നമുക്ക് കിട്ടുന്ന IP അഡ്രസ്സ് നമ്മൾ വേറെ ഏതെങ്കിലും പൈത്തൺ പ്രോഗ്രാമിലോ അല്ലെ ഏതെങ്കിലും ഒരു ക്ലൗഡ് ബേസ്ഡ് ലോക്കൽ ക്ലൗഡിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മെസ്സേജ് റിസീവ് ചെയ്യാൻ എളുപ്പമാണ്. മെസ്സേജ് സെൻഡ് ചെയ്യാനാണെങ്കിൽ വേറെ പല പല പ്രൊസീജിയേഴ്സ് ഉണ്ട് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ബേസിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന വൈഫൈ ESP ലൈബ്രറിയാണ്. അത് ബേസിക്കലി ആർഡിനോയ്ക്കകത്ത് അവൈലബിൾ ആണ്. നിങ്ങൾക്കത് സൈഡ് ലൈബ്രറിക്കകത്ത് പോയാൽ അവൈലബിൾ ആണ്. ഇനി ബേസിക് ആയിട്ട് ഒരു കാര്യം കൂടി, നമുക്കിത് AT കമാൻഡ്സ് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ AT കമാൻഡ്സ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാര്യം ഈ വൈഫൈ ESP ലൈബ്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർഡിനോ യൂസിൽ 42% മെമ്മറി യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇന്റർഫേസ് എളുപ്പമായതുകൊണ്ടാണ് വൈഫൈ ESP യൂസ് ചെയ്യുന്നത്. ബട്ട് AT കമാൻഡ്സ് യൂസ് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കണക്ഷൻസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി താങ്ക് യു. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ ലിസണിങ് ടു മീ. താങ്ക് യു.